ഹലോ ഫ്രണ്ട്സ്, അയൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടാണ്. ചിക്കൻ വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ ചിക്കൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിലെ ഞാൻ എടുത്തിട്ടുള്ളത് സവാള. ഞാനൊരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുനുകുന അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ. ഏകദേശം വലുപ്പത്തിലുള്ള ഒരു 5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തതാണ്, വേറൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ. വേവിച്ചെടുത്ത ശേഷം അതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള ഇത്രയും അളവിലാണ് ഞാൻ ചിക്കനും സവാളയും എടുത്തിട്ടുള്ളത്. ചിക്കൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ സവാളയും എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത് തയ്യാറാക്കുന്ന സമയത്ത് പറയാം. ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഇനി റെഡിയാക്കി തുടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടായി ചൂടായ ശേഷം ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അതുപോലെ കറിവേപ്പില ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് കടുക് പൊട്ടിച്ച സമയത്ത് കറിവേപ്പില ചേർക്കാതിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി നല്ല വൃത്തിയായിട്ട് വേവിച്ചെടുക്കണം. സവാള വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അതും കൂടി അനുസരിച്ച് ഇതിൽ ചേർത്താൽ മതിയാവും. ചിക്കനിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് കൂടി പോവാതെ ശ്രദ്ധിക്കണം. കുറവാണെങ്കിൽ അവസാനം ചേർത്താൽ ഒന്നും കൂടെ നോക്കിയിട്ട് ചേർക്കാം. കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് കൊഴിഞ്ഞു വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർക്കുന്നുണ്ട്. ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അധികം പുളിപ്പൊന്നുമില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. പെട്ടെന്ന് വെന്തുടഞ്ഞില്ലെങ്കിലേ ഇതുപോലെ മണ്ടയ്ക്കിട്ട് 2 കൊടുത്താൽ മതി, പെട്ടെന്നായി കിട്ടിക്കോളും. ഇവന്മാരെയൊക്കെ വേവിച്ചെടുക്കാനുള്ള ഓരോരോ ട്രിക്കുകളെ ഇതിങ്ങനെ ചെയ്ത് ഉടച്ചൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് സവാളയും തക്കാളിയും കൂടി യോജിച്ച് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ തക്കാളിയും കൂടി ആയിട്ടുണ്ട്. തക്കാളിയും കൂടി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചേർക്കേണ്ട മസാലക്കൂട്ടുകളൊക്കെ ചേർക്കാം. മസാലകൾ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി മസാലക്കൂട്ടുകളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഒരു
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിത് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, എരിവ് കൂടെ നോക്കിയിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ. ഇനി മസാലകളെല്ലാം ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ലാസ്റ്റ് ചേർക്കേണ്ട ഐറ്റം, ഇതിൻ്റെ മെയിൻ ഐറ്റം തന്നെയാണ് അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറിയ ഉടനെ തന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കനും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ തോരൻ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഇതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇതിന് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഇതുപോലെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ കിട്ടും. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും, ചിക്കൻ റോസ്റ്റ് അതുപോലെ തന്നെ ബീഫ് റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കത്തില്ലേ, അതുപോലെ ഇതിലും വെളിച്ചെണ്ണ ചേർത്തെടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഞാൻ ആദ്യം കറിവേപ്പില ചേർത്തിട്ടില്ല, ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് കറിവേപ്പില കൂടി ചേർത്ത് ഒരു കുറച്ച് നേരം കൂടെ 2 മിനിറ്റും കൂടി ഒന്നും കൂടി റോസ്റ്റ് ചെയ്ത് എടുക്കണം. മല്ലിയില കയ്യിലുള്ളവർ ഈ സമയത്ത് മല്ലിയിലയും കൂടി ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പില മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഏകദേശം ആയി കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ചപ്പാത്തി, പൂരി, അപ്പം, ദോശ, ചോറ് എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണോ അത് അറിയിക്കണം. ചിക്കനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാണ്ടല്ലോ, ചോറൊക്കെ തീരുന്ന വഴിയേ അറിയില്ല, അത്ര ടേസ്റ്റാണ്. പക്കാൻ നേരത്ത് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് കിട്ടും. എരിവ് അധികം വേണ്ടാത്തവർ ലാസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡിഷ് ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ വെച്ചിട്ട് ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.